ഹായ് ഓൾ. എനിക്ക് തീരെ കംഫർട്ടബിൾ അല്ലാത്തൊരു കാര്യമാണ് ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും. ഞാൻ ഫേസ് വളരെ കുറച്ചേ കാണിക്കാറുള്ളൂ. ഐ എം നോട്ട് ദാറ്റ് എനിക്കെന്തോ അതിനോട് അത്ര താല്പര്യം കൊണ്ട് തോന്നിയിട്ടില്ല. അപ്പോൾ പക്ഷേ ഈ ഒരു വീഡിയോ ഐ വോണ്ടഡ് ടു ഡു ദറ്റ്. ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ വേറൊരു കോൺസെപ്റ്റിലേക്കും പോകരുത് എന്നെനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് മാത്രം ഫോക്കസ് ചെയ്ത് ഇതവിടെ എത്തണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. ഇന്നലെ ഒരു ട്രാഡ് വൈഫ് ട്രഡീഷനെ പല ഇൻഫ്ലുവൻസേഴ്സും വളരെ ഹൈപ്പ് കൊടുത്ത് സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോ എനിക്ക് വളരെ എന്താ പറയുക, എനിക്ക് ഡൈജസ്റ്റ് ആയില്ല അതിൽ പറഞ്ഞ ഒരു പോയിൻറ്റ്സും. അപ്പോൾ ഞാൻ അതിൽ ഓരോന്ന് വീതം ഞാനൊന്ന് ഐ എം ട്രൈയിങ് ടു ഡിഫെൻഡ് ഇറ്റ്. അത് എൻ്റെ ഭാഗമാണ് ശരിയെന്നോ പുള്ളിയുടെ ഭാഗമാണ് ശരിയെന്നോ ഞാൻ പറയുന്നില്ല. ബട്ട് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള മറുപടിയുണ്ട്. ഒന്ന്, അതിൽ ഫസ്റ്റ് ഒരു കപ്പിളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ജോലിക്ക് പോകണ്ട, ഇവൻ്റെ അച്ഛനെ ജോലിക്ക് വിട്ടിട്ട് ഞാൻ ജീവിക്കും എന്നുള്ളത്. അതങ്ങനെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി റോങ്. അതുകൊണ്ട് ആ ഒരു ബിറ്റിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. അത് ശരിയല്ല. ഹസ്ബൻഡും വൈഫുമായിട്ട് ലൈഫ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നവർ അവർ രണ്ടുപേരും വേണം ഏൺ ചെയ്ത് ജീവിക്കാനായിട്ട്. അല്ലാതെ ഹസ്ബൻഡിൻ്റെ അച്ഛനോ വൈഫിൻ്റെ അച്ഛനോ ഉണ്ടാക്കുന്ന കാശുകൊണ്ടല്ല ജീവിക്കേണ്ടത്. ഇനി പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ പുള്ളിക്കാരൻ ഫസ്റ്റ് ഒരു ലേഡീനെ ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറിനെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡിനും മോനും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു, ഹസ്ബൻഡിനും മോനും വേണ്ടി വീട് വൃത്തിയായി സൂക്ഷിക്കുന്നു, 24 മണിക്കൂറും അടുക്കളയിൽ കിടക്കുന്നു, ഇതൊക്കെ പുണ്യമായിട്ട് കാണുന്നു, ഇത് എന്താ പറയുക, ഇതിലൊക്കെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എന്നവർ പറഞ്ഞു പോലും. അതിലെന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഹസ്ബൻഡിനും മോനും വേണ്ടി മാത്രമല്ല പുള്ളിക്കാരത്തി ഫുഡ് ഉണ്ടാക്കുന്നത്, പുള്ളിക്കാരത്തിക്കും കൂടുതലുള്ള ഫുഡാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഇവർ ഇത്രയും പേര് ഒരുമിച്ച് താമസിക്കുന്ന വീടാണ് പുള്ളിക്കാരി ക്ലീൻ ചെയ്യുന്നത്. അതിൽ ക്ലീനിങ് ടിപ്സും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ഇൻഫ്ലുവൻസർ മാത്രമല്ല, ഈ ഒരു ഫാമിലി വ്ളോഗേഴ്സിൽ ചിലർ ഫാമിലിയുടെ എന്താ പറയുന്നത് ഫങ്ഷൻസ് അല്ലെങ്കിൽ അവർ ട്രിപ്പ് പോണത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. ബാക്കി ചിലർ ഇപ്പോൾ ഇതുപോലുള്ള നിങ്ങൾ ട്രാഡ് വൈഫ് എന്ന് വിളിക്കുന്ന ആൾക്കാർ, ദേ ആർ ആക്ച്വലി അവർക്ക് ജോലിയില്ല എന്ന് ഈ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് മറ്റൊരു ജോലിക്കും പോകുന്നത് എനിക്കിഷ്ടമല്ല, വേറെ ജോലി ഒന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല, ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കാനാണ് എനിക്കിഷ്ടം എന്നവർ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ ഹോം മേക്കർ എന്ന് പറയുന്നത് അത് തന്നെ ഒരു ജോലിയാണ്. അത് ആ പണി ചെയ്യുന്ന ആൾ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്ന് പറയാനുള്ള റൈറ്റ്സ് ഇവിടെ ആർക്കുമില്ല. ഹോം മേക്കിംഗ് ഇസ് എ ജോബ്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, യു ക്യാൻ എൻ്റർ ഹോം മേക്കർ ആസ് എ ഒക്കുപ്പേഷൻ. ഈ ടാക്സ് ഫോംസിലും ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സിലും നിങ്ങൾക്കത് എൻ്റർ ചെയ്യാം. അത് ഇറ്റ് ഇസ് നോട്ട് ഫ്രൗണ്ട് അപ്പോൺ. അങ്ങനെ ഇപ്പോൾ നെറ്റിച്ചുളിക്കുന്ന ആൾക്കാരൊന്നും അത് നെറ്റിച്ചുളിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ മൈ ഫസ്റ്റ് പോയിന്റ് ഇസ്, ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ജോലി ചെയ്യുന്നില്ല, ജോലിക്കൊന്നും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നവർ ചെയ്യുന്നത് ജോലിയാണ്. ഇവർ വീട്ടിൽ ഈ ഹോം മേക്കർ തന്നെ, ബീങ് എ ഹോം മേക്കർ ഇസ് അവരുടെ ആദ്യത്തെ ജോലി. പിന്നെ നിങ്ങളെപ്പോലെ തന്നെ അവർ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ചെയ്ത് അതിനൊക്കെ എത്ര കഷ്ടപ്പാടുണ്ടെന്ന് ഈ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അതും ഒരു ജോലിയാണ്. ഒരു ചെറിയ എഡിറ്ററാണ്. അത് ഇങ്ങനെ പ്രസൻറ്റബിൾ ആയിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നു, അത് പോസ്റ്റ് ചെയ്ത് അതിന് ഏൺ ചെയ്യുന്നു. ദാറ്റ് ഇസ് ദർ അനദർ ജോബ്. ഈ ഇൻഫ്ലുവൻസർ ആയിട്ട് അതിൽ നിന്ന് അവർ ഏൺ ചെയ്യുന്നുണ്ട്. പുള്ളി പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ്, നിങ്ങളെല്ലാവരും ഞങ്ങളെപ്പോലെ 24 മണിക്കൂർ അടുക്കളയിൽ കിടക്കണം, ട്രഡീഷണൽ വൈഫായിട്ട് നിങ്ങൾ നിൽക്കണം എന്നൊക്കെ ഇവർ മെസ്സേജ് കൺവേ ചെയ്യുന്നു എന്നാണ്. ഇൻക്ലൂഡിങ് മീ, അങ്ങനെ ഒരു മെസ്സേജ് ഞാൻ കൺവേ ചെയ്തിട്ടില്ല, ഇവരാരും കൺവേ ചെയ്തിട്ടില്ല. ഈ പറയുന്ന നമ്മുടെ കൊല്ലത്തുള്ള ആ വ്ളോഗർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അവർ 24 മണിക്കൂറും കിച്ചണിലാണ്. അവരും ബാക്കി ആരും പറഞ്ഞതായിട്ട് എനിക്കറിയത്തില്ല. അവർ പുറത്തു പോകുന്നതും ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പിന് പോകുന്നതും 1 വീക്ക് 2 വീക്സ് ഒക്കെ എൻജോയ് ചെയ്യുന്ന വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയാണ് അവർ സമൂഹത്തിന് ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്തത്, ദാറ്റ് നിങ്ങൾ 24 മണിക്കൂറും ഞങ്ങളെപ്പോലെ അടുക്കളയിൽ കിടക്കണം, അതാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ. ഓഫ് കോഴ്സ് ഷീ ഹാസ് സെഡ് ദാറ്റ് എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യുന്നതിനോട് എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് പണ്ട് തൊട്ടേ എനിക്കൊരു കല്യാണം കഴിച്ച ഒരു അമ്മയാണ്. ഈ 5-6 വയസ്സ് തൊട്ട് പാവേനെ എടുത്ത് കളിപ്പിക്കുന്ന പല കുട്ടികളിലും അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലരത് എവ്രിബഡി ഈസ് ഡിഫറെൻറ്റ്. ചിലർക്ക് നല്ലൊരു എൻജിനീയർ ആവണം എന്നായിരിക്കും ആഗ്രഹം. അതിൻ്റെ അകത്ത് ഒരു അമ്മയാവണം, ഒരു വീട് നോക്കണം, നല്ല കാര്യങ്ങൾ കുക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റില്ല അല്ലേ? അപ്പോൾ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളത്, ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ പോലും ചെയ്യുന്നത്
അവർ വേറൊരാളുടെ കണ്ടന്റ് എടുത്ത് അതിനെ അനലൈസ് ചെയ്ത് അത് പറയുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ അലൗഡ്. അയാളുടെ ഇഷ്ടത്തിന് അയാളുടെ വ്യൂ പോയിന്റ്സ് ഷെയർ ചെയ്യുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ വ്യൂ പോയിന്റ്സ് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരാൾ എനിക്ക് ജോലി ചെയ്യുന്നത്, എനിക്ക് പുറത്തു പോയി ജോലി ചെയ്യണ്ട, എനിക്ക് വീട്ടിലെ ജോലികൾ ചെയ്യാനാണ് ഇഷ്ടം, എനിക്ക് വീട്ടിലിരിക്കുന്നത് ചെയ്യാനാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ, ഇഫ് നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ അത് എങ്ങനെ ഒരു തെറ്റാവുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇവിടെ ഇനിയിപ്പോൾ ചേട്ടൻ മുൻപോട്ട് വരാത്തതാണോ അതോ ഇനിയിപ്പോൾ ഞങ്ങൾ പുറകോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല. ആ ഒരു വ്യൂ പോയിന്റിൽ ദാറ്റ് ഒരു ജോലിയും ചെയ്യാതെ വീട്ടുപണി ചെയ്യുന്നു എന്നുള്ളത്, വീട്ടുപണി തന്നെ ഒരു ജോലിയാണ്. ഇനിയും ഞാൻ അത് ഇലാബറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഐ തിങ്ക് ഐ ഹവ് മെയ്ഡ് മൈ പോയിന്റ് ക്ലിയർ. എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ 2 ജോലികൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. എൻ്റെ പ്രൊഫൈലിലൊക്കെ ഞാൻ അക്കാഡമിക് ഓഫീസറിന് മാത്രമല്ല വെച്ചിട്ടുള്ളത്, അക്കാഡമിക് ഓഫീസർ ആൻഡ് ഹോം മേക്കർ എന്നാണ് വെച്ചിട്ടുള്ളത്. ബിക്കോസ് ഐ നോ ദറ്റ് ഇത് രണ്ടും എൻ്റെ എഫേർട്ട് നല്ല രീതിക്ക് വേണ്ട 2 ജോലികളാണ്. അപ്പോൾ ഞാൻ ഇതുമാണ് ഐ എം ഡൂയിങ് 2 ജോബ്സ്, അങ്ങനെ ഞാൻ ഇതിനെ പറയത്തുള്ളൂ. അല്ലാതെ ആ ഒരു ഇൻഫ്ലുവൻസർ ജോലിക്ക് പോകുന്നില്ല, ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളാണ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇനി വേറൊരു പോയിന്റ് പുള്ളി പറയുന്നത്, ഇതൊന്നും കൊണ്ട് പ്രശ്നമില്ല, പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അക്നോളജ് ചെയ്യുകയാണ് വേണ്ടതെന്ന്. അവർ അക്നോളജ് ചെയ്യുന്നുണ്ടല്ലോ. ഈ പറയുന്ന കുക്കിംഗ് വ്ളോഗ്സ് എടുക്കുന്ന അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ്സ് എടുക്കുന്ന സകല ചാനലുകാരും, ഇൻക്ലൂഡിങ് മീ, മൈ ഫസ്റ്റ് യൂട്യൂബ് ഇൻകം എന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് ഈ ഒരു ഏർണിങ്സ് കയ്യിൽ കിട്ടുമ്പോൾ. അപ്പോൾ എവിടെയാണ് ഇവർ അക്നോളജ് ചെയ്യാത്തത്? അതായത് പുള്ളി പറഞ്ഞത്, ഇവരിതെല്ലാം ചെയ്യുന്നത് ഏർണിങ്സിന് വേണ്ടിയാണ്, ഇവർക്ക് കാശ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഇവർ പബ്ലിക്കിനെ അറിയിക്കണം എന്നാണ്. അറിയിക്കുന്നുണ്ടല്ലോ, ഫസ്റ്റ് ഇൻകം തൊട്ട് അറിയിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് Q&A ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, മാസം എത്ര റവന്യൂ വരുന്നു എന്നൊക്കെ. ഇതിനൊക്കെ ഇവർ മറുപടി പറയുന്നുണ്ട്. ഇൻ ദാറ്റ് കേസ് അക്നോളജ് ചെയ്യുന്നില്ല എന്നുള്ളത് ആ ഒരു പോയിന്റ് ഇവിടെ വാലിഡ് ആവുന്നില്ല. അവരെല്ലാവരും അത് അക്നോളജ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ട്രഡീഷണൽ ആയിട്ട് അടുപ്പിൽ കുക്ക് ചെയ്യുന്നു, അവർക്ക് ബാക്കി ഇപ്പോൾ ഒരു പശുവിനെ കറന്നുകൊണ്ട് വന്ന് കുട്ടികൾക്ക് പാല് കൊടുക്കുന്നു. ഇതൊക്കെ കാണിക്കുന്നത് കുറച്ച് ഓവറായതുപോലെ, അല്ലെങ്കിൽ അങ്ങനെയല്ല എല്ലാ ദിവസം എന്നവർ പറയണം എന്നൊക്കെ പറയുന്നു. മോഡേൺ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടും ട്രഡീഷണൽ സെറ്റപ്പ് കാണിച്ചിട്ട് വ്യൂസ് കൂട്ടുന്നു എന്നുള്ളത്. അതിപ്പോൾ ഇപ്പം എൻ്റെ കാര്യത്തിൽ എനിക്കറിയാം, എൻ്റെ വീഡിയോസിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കടലാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഈ കാറിൻ്റെ അകത്ത് കയറി ഇരിക്കുന്നത്, നമുക്ക് തിരയുടെ സൗണ്ട് ഭയങ്കരമായിട്ട് കേട്ടുകൊണ്ടിരിക്കും. പുറത്ത് എവിടെയും നിന്ന് നമുക്ക് ഓഡിയോ കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ റൂമിൽ കയറി ഞാൻ റൂം പൂട്ടിയിട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇപ്പം എൻ്റെ മക്കളൊക്കെ അകത്തുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കാറിനകത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കടലാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇപ്പം അടുപ്പ് കാണിക്കുന്ന, അട്ടപ്പാടിയുടെ സൗന്ദര്യം കാണിക്കുന്നത്, അതൊക്കെ വ്യൂസ് കൂട്ടാനായിട്ടുള്ള അവരുടെ ടാക്ടിക്സ് ആണ്. അത് ആർക്കാണ് മനസ്സിലാവാത്തത്? യൂട്യൂബ് വീഡിയോ കണ്ട് അതിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല. ഇവരിത് അറിയാതെ പൊട്ടന്മാരായിട്ട് കാണുക എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ആ കുട്ടിയുടെ പല വീഡിയോസിലും ഗ്യാസ് സ്റ്റവിൽ കുക്ക് ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ട്. വില്ലേജ് ലൈഫ്, വില്ലേജ് കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചാനൽസ് ഉണ്ട്. അതിലൊക്കെ ഈ രാവിലെ എണീറ്റ് വീട്ടിൽ കോലം വരയ്ക്കുന്നതും പാടവരമ്പത്തുനിന്ന് സൂര്യൻ ഉദിച്ച് വരുന്നതും ഈ കാര്യങ്ങൾ. അപ്പോൾ പുള്ളി ഈ വീഡിയോ എൻഡ് ചെയ്യുന്നിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളോടുള്ള നമ്മുടെ ആ ഒരു കൗതുകവും ഇഷ്ടവുമാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങളും യൂസ് ചെയ്യുകയാണ്. ഈ ഫാമിലി വ്ളോഗേഴ്സിനോട് റീസെൻ്റ് ആയിട്ട് വന്നൊരു ഹേറ്റ്രഡിനെ നിങ്ങളും യൂസ് ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ചേട്ടന് തന്നെ ഈ ഹാസ് എ ടാർഗറ്റ് ഓഡിയൻസ്. ഈ വ്ളോഗ്സ് ഹേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെ ബാഡ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പുള്ളിയുടെ ടാർഗറ്റ് ഓഡിയൻസ്. അത് ആ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. അതിൽ പലരും വന്നിട്ട് വേറെ ആഡ് ഓൺസ് കൊടുക്കുകയാണ്. ഈ ആളെക്കുറിച്ച് പറയുക, ഈ ആളും അങ്ങനെ തന്നെയാണ്, ഈ ആൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഒരു വീട്ടിൽ രാവിലെ ഈ ഉണ്ടാക്കുന്ന ആഹാരം, അതിൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്ന റെസിപ്പീസ്, ക്ലീനിങ് ടിപ്സ്, ഇതൊക്കെ ഒരു ലേഡി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹർ ടാർഗറ്റ് ഈസ് അനദർ ലേഡി. ഇതൊക്കെ ചെയ്യുന്ന ആളിത് കാണണം, അവരിത് കണ്ട് ഇത് എൻ്റർടൈൻ ചെയ്യും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് വെച്ചിട്ടാണ്. അല്ലാതെ ഈ സമൂഹത്തിനോട് ഒരു തേങ്ങയും ഉണ്ടാക്കാനായിട്ടല്ല ഇത് ചെയ്യുന്നത്. പ്ലസ് വീണ്ടും ഞാൻ പറയുന്നു, ഇവരാരും നിങ്ങളൊക്കെ എന്നെപ്പോലെ ആവണം 24 മണിക്കൂർ അടുക്കളയിൽ കിടക്കണമെന്ന് ഇവരാരും പറയുന്നില്ല. ഏർണിങ്സ് അക്നോളജ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ദേ ക്യാൻ സീ ദാറ്റ് ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ദേ ക്യാൻ സീ ദാറ്റ് ദിസ് പേഴ്സൺ ഏൺസ് എ കമ്മീഷൻ ഫ്രം അത് നിങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും അവരുടെ ഒരു ഏർണിംഗ് ആണെന്നുള്ളതൊക്കെ എവറി വൺ നോസ്. അത് അറിയാതെ പൊട്ടന്മാരായിട്ട്, വീണ്ടും ഞാൻ പറയുന്നു, അത്രയും പൊട്ടന്മാരായിട്ടുള്ള ആരും ഇല്ല ഇപ്പോൾ യൂട്യൂബ് കാണുന്നത്. ഈ ജോലി ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നവരൊക്കെ തന്നെ ദേ ആർ ഹോം മേക്കേഴ്സ്. എന്നെ പോലെ വേറൊരു സെക്കൻഡ് ജോബ് ഉണ്ടെങ്കിൽ അവരതും ചെയ്യുന്നുണ്ട്. പ്ലസ് ഞാൻ ചെയ്യുന്നില്ലെങ്കിലും ഇവരൊക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ.
ഒരു ഫാമിലി സെറ്റപ്പിൽ ഒരാൾ പുറത്തു പോയി ജോലി ചെയ്യുമ്പോൾ മറ്റേ ആൾ വീട്ടിലിരിക്കുന്ന ആൾ കൂടുതൽ ടൈം വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾ വീട് ക്ലീൻ ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതും ദാറ്റ് ഈസ് അവരുടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അവർ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുന്ന ഒരു മെത്തേഡാണത്. ഇത് തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഐ ഹാവ് സീൻ ദാറ്റ് ദർ ഇസ് എ ഹൗസ് ഹസ്ബൻഡ്. പുള്ളീനെ അവിടെ വലിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ചെയ്യുന്നത് ഇത് തന്നെയാണ്. വൈഫ് ഏൺ ചെയ്യുന്നു, സോ ഹീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഓൾ ദ തിങ്സ് അറ്റ് ഹോം. അതിലെന്താണ് തെറ്റ്? ഇനി അത് ഷൂട്ട് ചെയ്ത് വീഡിയോ ആക്കുന്നതാണ് മിസ്റ്റേക്ക് എങ്കിൽ ഒരാൾ ഈ അലുമിനിയം ഫാബ്രിക്കേഷനൊക്കെ ചെയ്യുന്ന ആൾ നല്ലൊരു സ്റ്റെയറിൻ്റെ വർക്ക് കാണിച്ച് ഇത് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത്, ഇത് ഇത്ര അടി വീതിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ആർക്കൊരു പ്രശ്നവുമില്ല. ഇനി ഒരാളൊരു പടം വരച്ചിട്ട് ഈ പടം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ അതിനൊരു ട്യൂട്ടോറിയൽ കൊടുത്താൽ അതും പ്രശ്നമില്ല. ഒരു കിണർ വേറൊരു ആകൃതിയിൽ ഒരു കിണർ കുഴിക്കുന്ന കാണിച്ചാൽ പ്രശ്നമില്ല. എന്തിനും ഒരു വീട് പെയിൻ്റ് അടിക്കുന്നത് കാണിച്ചാൽ പോലും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ചോറും കറി ഉണ്ടാക്കുന്നത് കാണിച്ചാലാണ് പ്രശ്നം. അത് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടതല്ല എന്ന് ചിന്തിക്കുന്നതാണ് പ്രശ്നം. വീട്ടിൽ ഒരാൾ വീട്ടിൽ ചെയ്യുന്ന, നിങ്ങൾ എന്തിനാണ് വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഇത് തന്നെ ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ള ടിപ്സ്, അതായത് രാവിലെ ജോലിക്ക് പോകുന്നവർക്ക് ഇത്ര കാര്യങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ രാവിലത്തെ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിരിക്കും. അങ്ങനെയുള്ള ടിപ്സ്, ക്ലീനിങ് ടിപ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ പറയുന്നുണ്ട്. ആൻഡ് ദേ ആർ നോട്ട് ടാർഗറ്റിങ് യു. നിങ്ങളുടെ വീട്ടിൽ അത് ആരാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ഇതിൻ്റെ അകത്ത് ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ട് തോന്നുന്നതുകൊണ്ടാണ് അവരത് കാണുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ ജസ്റ്റ് അണ്ടർലൈൻ ദാറ്റ് ഇതൊന്നും, അതായത് ഒരു വീട്ടിൽ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എടുത്ത് കാണിക്കേണ്ടതല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. അത് നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ അത് ഡെയിലി നടന്നു പോകുന്ന കാര്യം ആയതുകൊണ്ട് അതിനൊരു ശ്രദ്ധ കിട്ടാത്തതുകൊണ്ടാണ് അത് അങ്ങനെ തോന്നുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഫോർ അസ്. ഇത് എൻ്റർടൈൻ ചെയ്യുന്ന ഫാമിലി വ്ളോഗേഴ്സിനെയും കുക്കിംഗ് ചാനൽസിനെയും എൻ്റർടൈൻ ചെയ്യുന്ന ലേഡീസിന് അതങ്ങനെയല്ല. ആൻഡ് ഫോർ മീ ഓൾസോ എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് അങ്ങനെയുള്ളവരാണ്. അതായത് ഈ വീഡിയോ കണ്ടിട്ട് തലേന്ന് ഇത്രയൊക്കെ ഒരുക്കി വെച്ചാൽ രാവിലെ നമുക്ക് ഇത്ര നേരം ഉറങ്ങി നല്ല രീതിക്ക് നമുക്ക് ജോലിക്ക് പോകാം, അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് ഇത്രയും ചെയ്യാം. ഇനി എൻ്റെ വീട്ടിലെ എല്ലാ പണികളും ഞാൻ ചെയ്യുന്നു എന്ന് ഞാൻ വിളമ്പിയെന്നും പറഞ്ഞിട്ട് ഒരു ടാഗ് ലൈൻ ഇതിന് വരണ്ട. ബിക്കോസ് എൻ്റെ കാര്യത്തിൽ പാർട്ട്ണറിൻ്റെ ജോബ് നല്ല രീതിക്ക് ഫിസിക്കൽ സ്ട്രെയിൻ വരുന്ന ജോബാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഐ കനോട്ട് എക്സ്പെക്ട് ഹിം ടു എൻ്റെ മക്കളുടെ കാര്യം നോക്കി എനിക്ക് വെച്ച് വേവിച്ച് തരണം എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഈസ് ഓഫ് കോഴ്സ് ഡൂയിങ് ഹിസ് ഷെയർ ഓഫ് വർക്ക്. അത് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എല്ലാം കാര്യം അത് തന്നെയാണ്. ഇവർ കാണിക്കുന്ന ഈ 30 മിനിറ്റ് അല്ലല്ലോ അവരുടെ ഒരു ദിവസം. ഇതിൽ 24 മണിക്കൂറുണ്ട്. അവരുടെ വീട്ടിൽ വേറെ ആരൊക്കെയാണോ ഉള്ളത്, അമ്മ ഉണ്ടാവാം, ഹസ്ബൻഡ് ഉണ്ടാവാം. ഇവർ ചെയ്യുന്നതും വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണമെന്നില്ല. ആ പർട്ടിക്കുലർ ഇൻഫ്ലുവൻസറിൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. ബട്ട് തേങ്ങ തിരികെ കൊടുക്കുന്നതോ അങ്ങനെ ചെടി നനയ്ക്കുക അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഷീ ഈസ് ട്രൈയിങ് ടു കൺവേ ദാറ്റ് അത് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് മാട് പോലെ പണിയെടുക്കുകയല്ല എന്നുള്ളത് പറയുന്നുണ്ട്. രാവിലെ ഞാൻ ഒറ്റയ്ക്കല്ല അടുക്കളയിൽ എന്നും വരെ പറയുന്ന ആളെയാണ് പിന്നെ എടുത്തിട്ട് അലക്കുന്നത് കുലസ്ത്രീ എന്നും പറഞ്ഞിട്ട്. അതെന്താണ് ഈ കുലസ്ത്രീ ടാഗ്ലൈൻ കൊണ്ടുവന്ന് ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ അകത്ത് ഷീസ് വളരെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, അതാണ് ഇഷ്ടം എന്ന് പറയുന്നു, അതുകൊണ്ട് പുറത്ത് ജോലിക്ക് പോകുന്നില്ല. ഒരു യൂട്യൂബറാണ്, അതിന്ന് ഏൺ ചെയ്യുന്നു, കമ്മീഷൻസ് കിട്ടുന്നു, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നു, പ്രൊമോഷൻസ് ചെയ്യുന്നു, അതിന്ന് ഏൺ ചെയ്യുന്നു. ആ പോയിന്റ്സ് ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല. അതെല്ലാം യുനോ ചുമ്മാ വീട്ടിലിരിക്കുന്ന ഒരാളെന്ന് പറയുന്നതിനോട് ചുമ്മാ അല്ലല്ലോ വീട്ടിലിരിക്കുന്നത്, അത്രയും കാര്യങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ ഈ ഗ്യാസ് സ്റ്റവിൽ കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിട്ടും അടുപ്പിൽ കുക്ക് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ അകത്ത് എനിക്ക് ഒരു ആഡ് ഓൺ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. കുറച്ച് പേരുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ ദാരിദ്ര്യം കാണിച്ച് കാശുണ്ടാക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട്. മിക്സി ഉണ്ടെങ്കിലും എനിക്ക് കല്ലിൽ അരയ്ക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പലർക്കും അത് ആർട്ടിഫിഷ്യാലിറ്റിയാണ്, നിങ്ങളത് അഭിനയിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഒരു ആൻഡ്രോയിഡ് യൂസറിനോട് ഐഫോൺ യൂസ് ചെയ്യാൻ പറഞ്ഞാൽ അയാൾ അത് എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ അതിലെ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? പക്ഷേ ഇതിലെ പോയിന്റ് കാണാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്, നിങ്ങൾക്കത് പരിചിതമല്ലാത്ത ഏരിയ ആയതുകൊണ്ടാണ്. മേ ബി ഷീ ഈസ് ട്രൈങ് ടു, അങ്ങനെ തന്നെ ആയിരിക്കും ആ കുട്ടിക്ക് ഇഷ്ടം. അടുപ്പ് കത്തിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇഷ്ടമുള്ള ഒരാളായിക്കൂടി അത് ചെയ്യുന്നത്. ആൻഡ് ഈവൻ ഇഫ് ഷീ ഈസ് സ്റ്റേജിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷീ ഈസ് ടാർഗറ്റിംഗ് ഹെർ ഓഡിയൻസ്. അവരുടെ ആ ഒരു ജോബിലെ എക്സലൻസിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരത്തി ശ്രമിക്കുന്നത്. ഇതെല്ലാം വിത്തൗട്ട് ഹേർട്ടിങ് എനിവൺ ആണ്. ആരെയും വെറുതെ ഇരുന്ന് ആരെയും വലിച്ചു കീറാതെയാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇതൊക്കെ ചെയ്തു പോകുന്നത്. പിന്നെ ഒരു സാധാ ഫാമിലി സെറ്റപ്പിൽ ജോലിക്ക് പോകുന്ന ഹസ്ബൻഡിനും മകനും ലഞ്ച് ബോക്സ് കൊടുത്തു വിട്ടിട്ട് അതൊരു വീഡിയോ ആക്കി അതിന്ന് ഏൺ ചെയ്ത് പുള്ളിക്കാരത്തി തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങും എന്നുള്ളത്. അവർ മാത്രമല്ല, ഇവൻ ഞാനും പറയുന്നുണ്ട് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും, എനിക്ക് തോന്നുമ്പോഴേ ഞാൻ എണീക്കാറുള്ളൂ. അടിമൊത്തം എവിടെയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. രാവിലെ നേരത്തെ എണീറ്റിട്ട് പിന്നെ കിടന്നുറങ്ങും. വാട്ട് ഈസ് ദ പ്രോബ്ലം ഇൻ ദാറ്റ്? 2 മണിക്ക് എണീറ്റിട്ട് 10 മണിക്ക് കിടന്നുറങ്ങിയാൽ ഇപ്പം എന്താ ഇവിടെ കുഴപ്പം? പുള്ളിക്കാരൻ പറഞ്ഞതൊക്കെ പോലെ തന്നെ നമുക്കിതങ്ങ് എൻഡ് ചെയ്യാം. വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്കിതുപോലൊന്നും ആവാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഒരു വശത്ത്, വീഡിയോസ് കണ്ടിട്ട് എനിക്കിതുപോലൊരു ഭാര്യയെ എനിക്കിതുപോലൊരു മകളെ കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ മറുവശത്ത്,
ഈ ജോലിക്ക് പോകുന്ന ഹസ്ബൻഡിന് കുടുംബത്തോട്ട് ഏർണിംഗ് കൊണ്ടുവരുന്ന ആൾക്ക് പാർട്ട്ണറിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൽഫ്ലെസ് ആയിട്ട് അറ്റ് എ പോയിന്റ് സെൽഫ്ലെസ് ആയിട്ട് ഒരാളെ സ്നേഹിക്കുന്ന ഒരാൾ ഭക്ഷണം കൊടുക്കുന്നതോ മകനുള്ള ടിഫിൻ ബോക്സ് പാക്ക് ചെയ്യുന്നതോ ഒക്കെ കാണിച്ചിട്ട് അതിൻ്റെ ടിപ്സ് ഷെയർ ചെയ്യുന്ന, വേറെ ആർക്കും മാർക്കിടാനൊന്നും പോകാതെ ഇതൊക്കെ ചെയ്യുന്നവരെ ഇങ്ങനെ ഓരോ ടൈറ്റിലും ഒരു പെർമിഷൻ ഇല്ലാണ്ട് തംബ്നെയിലിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർക്ക് കുലസ്ത്രീ എന്നൊരു നെറ്റിപ്പട്ടം ഇപ്പോൾ ചാർത്തി കൊടുത്താൽ അത് ഓഡിയൻസിൻ്റെ പൾസ് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവരൊക്കെ കുലസ്ത്രീകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്ന ആംഗിളിൽ കാര്യങ്ങളിൽ തിരിയും. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഇതിൻ്റെ അകത്ത് എങ്ങും തൊടാതെ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ ആകാം, പക്ഷേ അവർ ഏൺ ചെയ്യുന്നു എന്ന് അക്നോളജ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് ഞാൻ ആദ്യമേ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞു. അവർ ഏൺ ചെയ്യുന്നുണ്ടെന്ന് അവർ അക്നോളജ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ ഒരുപാട് അതായത് ഫാമിലി വ്ളോഗ്സ് ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അവരവർ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാർ വന്ന് ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ കമൻസുകൾ ഞാൻ കണ്ടു. തംബ്നെയിലിൽ നിങ്ങൾ കാണിച്ചിരിക്കുന്ന ആൾക്കാരെ മാത്രമല്ല, ടേക്ക് സെലിബ്രിറ്റീസ് ഫോർ എക്സാമ്പിൾ. ഈ പറയുന്ന എല്ലാ സെലിബ്രിറ്റീസും ഞാൻ നെയിം എടുത്ത് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഐ സ്റ്റിൽ തിങ്ക് ദാറ്റ് ഞാൻ ഒരാളല്ല, ഞാൻ എനിക്കിഷ്ടമുള്ള കണ്ടൻറ്റാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദേ ആർ അവരവരുടെ കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഫെമിനൈൻ സൈഡിലുള്ള എല്ലാവരും അവരെല്ലാവരും അവരുടെ ആനിവേഴ്സറി, സെലിബ്രിറ്റീസിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, കുട്ടികളുടെ ബർത്ത്ഡേ, ഇതെല്ലാം വ്ളോഗാക്കി എടുക്കുന്നുണ്ട്. അവരൊന്നും ഇതിലില്ല. സാധാരണ ഒരു സെൽഫായിട്ട് ഒരു മുമ്പോട്ട് വന്ന ഒരാളെ മാത്രമേ ഇതിൻ്റെ ഇടയിൽ കൊണ്ട് വെച്ചിട്ടുള്ളൂ. ആദ്യം കാണിച്ച കപ്പിളിൻ്റെ കൂടെ ഈ വ്യക്തിയെ എന്തിനാണ് വെച്ചേക്കുന്നത് എന്നുള്ളത് എനിക്ക് പിടികിട്ടിയിട്ടില്ല. അങ്ങനെ ആദ്യത്തെ ആൾക്കാർ കൊടുക്കുന്ന മെസ്സേജുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് പിന്നെ പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികളും ചെയ്യുന്നത്. ഇനി പലരും കമൻ്റായിട്ട് അതിൻ്റെ അകത്ത് പറയുന്നത് ഇതൊക്കെ അഭിനയിക്കുന്നതാണ്, ഫാമിലിയിൽ ഇത്രയും സ്നേഹമൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ പോയാൽ തന്നെ അയാൾ കാണിക്കുന്നതെന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്നതേ നമ്മൾ ചൂസ് ചെയ്യത്തുള്ളൂ. നമ്മളൊരു 10 സെൽഫി എടുത്താലും അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ളതേ നമ്മൾ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. നമ്മൾ കാണാൻ എങ്ങനെ ഇരിക്കുന്നു, നമ്മൾ ഏറ്റവും നല്ലത് എന്ന് നമുക്ക് തോന്നിക്കുന്നതേ നമ്മൾ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. അവരവരുടെ ഹാപ്പിനെസ് മാത്രമേ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്നുള്ളൂ. ആൻഡ് അതിലെന്താണ് പ്രശ്നം? കണ്ണീരും കഥയുമായിട്ട് വന്നിരിക്കുന്നത് ഓക്കെയാണ്, എനിക്ക് വീടില്ല, എനിക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ് ബെറ്റർ. അതിനും പറയാൻ പറ്റത്തില്ല, ബിക്കോസ് അവർ വേറൊരു സോഴ്സ് ഓഫ് ഇൻകം ഇനി മുന്നിൽ കാണാത്തതുകൊണ്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. റീസെൻ്റ് ആയിട്ട് ഹസ്ബൻഡ് മരിച്ച ഒരു കുട്ടിയുടെ എൻ്റെ ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്തു എന്നും പറഞ്ഞിട്ട് സാധാ വ്ളോഗ്സ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ആ ഒരു കാര്യം അറിയിച്ചതിൽ പിന്നെ അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് അതിലും വലുതാണ്. ഈ ഒരു സപ്പോർട്ട് കൊണ്ട് മേ ബി ഷീ ക്യാൻ സ്റ്റാർട്ട് സംതിങ്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്, കുലസ്ത്രീ പരിപാടി അല്ലാതെ. ഇവരുടെ ഹാപ്പി മൊമെൻറ്റ്സ് മാത്രം ഷെയർ ചെയ്ത് അതിനെ മാത്രം വ്യൂസ് കൂട്ടാനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറുഭാഗത്തുള്ളവർ അവരുടെ സെൻറ്റിമെൻറ്റ്സ് ഷെയർ ചെയ്ത് വ്യൂസ് കൂട്ടി കുറച്ച് റവന്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ബാക്കിയുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്ത് എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് അവരും ഉദ്ദേശിക്കുന്നത്. വ്യൂസ് കൂടണം, റവന്യൂ വരണം, ഇറ്റ് ഈസ് ടീം. അല്ലാതെ ഒരു സമൂഹത്തിന് കുലസ്ത്രീ ആ വേർഡ് തന്നെ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റബ്ബിഷ്. ഇനി ഞാനത് പറയുന്നില്ല. അപ്പം നമുക്ക് അതുപോലെ തന്നെ ഇതും അവസാനിപ്പിക്കാം, അതായത് ആ വീഡിയോ പോലെ തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. കുറ്റം പറയുന്നതിനോടാണ് പണ്ട് തൊട്ടേ ആൾക്കാർക്ക് കൗതുകം. ആ കൗതുകം ഇപ്പോൾ ഇത്തിരി കൂടിപ്പോയി. അത് കൂടിപ്പോയതുകൊണ്ടാണ് ഈ അനലിസ്റ്റ്, ക്രിട്ടിക്സ്, റിവ്യൂസ്, ചില സിനിമകളൊക്കെ ഇരുന്ന് വലിച്ചു കീറുന്നത് കണ്ടാൽ ഇതൊക്കെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള സംഭവമൊക്കെ വലിച്ചിട്ടിട്ട് ഈ ചെയ്യുന്നതെല്ലാം വളരെ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരെയും കയറി എന്തും പറയാം എന്നുള്ളൊരു കാര്യം കൂടെ നോർമലൈസ് ചെയ്യപ്പെടുന്നതാണ് സമൂഹത്തിന് ഇപ്പോൾ വന്നിട്ടുള്ള വേറൊരു ബാഡ് ഇഫക്റ്റ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ബാഡ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നെങ്കിൽ ഇതൊക്കെ കൊണ്ടുള്ള ബാഡ് ഇൻഫ്ലുവൻസും അതാണ്. ഇഫ് എ യൂട്യൂബർ യൂസസ് യുവർ ഫോട്ടോ ഓർ വീഡിയോ ഫ്രം യുവർ അക്കൗണ്ട് വിത്തൗട്ട് യുവർ പെർമിഷൻ, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഒഫൻസ് ആൻഡ് ക്യാൻ ബി എ വയലേഷൻ ഓഫ് യുവർ പ്രൈവസി ഓർ കോപ്പിറൈറ്റ്. If a YouTuber uses your photo or video from your account without your permission, it is considered as an offense and can be a violation of your privacy or copyright. Depending on the circumstances, you may have legal recourse to take action against them. A YouTuber cannot use your photo from your social media in their thumbnail without your permission, as this is generally considered a copyright infringement, even if the photo is publicly posted on your social media. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വീഡിയോയോ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളോ എൻ്റെ ഫേസോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഫോട്ടോസോ തംബ്നെയിൽ കൊണ്ട് വയ്ക്കാൻ പറ്റത്തില്ല. സോ ഞാൻ എൻ്റെ പോയിൻ്റൊക്കെ ക്ലിയർ ആക്കിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മഹാസാഗരത്തിൻ്റെ സൈഡിലിരുന്ന് ചൂണ്ടയിടുന്ന ഒരാളായിട്ട് ഞാൻ വന്നിട്ടുള്ളൂ. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ.
ഇതുവരെയും എൻ്റെ ചാനലിൽ ഞാൻ അങ്ങനെ 24 മണിക്കൂർ ഞാൻ അടുക്കളയിലാണെന്നോ എൻ്റെ ഹസ്ബൻഡിനും കുട്ടികൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഈ വീട് വൃത്തിയാക്കി വെക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം, നിങ്ങളൊക്കെ എന്നെപ്പോലെ ആവണം എന്നൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, ഇനി പറയത്തതുമില്ല. ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമുള്ള ടൈമിൽ ഞാൻ എണീറ്റിട്ടാണ് ഞാനത് ചെയ്യുന്നത്. എനിക്ക് ഓഫ് ഡേയ്സിൽ എനിക്ക് സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് 9 മണിക്ക് മുമ്പ് എനിക്കും എൻ്റെ കുഞ്ഞിനും സ്കൂളിൽ പോകണം, എനിക്ക് ഭക്ഷണം കഴിക്കണം. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഫുഡ് ഉണ്ടാക്കുന്നതാണ്. ഇനി തിരിച്ച് പറഞ്ഞാൽ അത് ഡൈജസ്റ്റബിൾ അല്ല, കാരണം എൻ്റെ കെട്ടിയോന് പോകേണ്ടത് കൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയല്ല. പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലും ഓൾട്ടർനേറ്റ് ആയിട്ട് രാവിലെ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടാവാം. ഇറ്റ് ഈസ് ബിക്കോസ് ഹീ ടേക്സ് കെയർ ഓഫ് മീ ആൻഡ് മൈ കിഡ്സ്, ഐ ടേക്ക് കെയർ ഓഫ് ഹിം ആൻഡ് അവർ കിഡ്സ്. റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടിൽ അടുക്കള പണിയെടുക്കുന്നത്. ഞാനൊരു കുലസ്ത്രീ അല്ല, ഞാൻ ഉൾപ്പെടെയുള്ള ആരും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആരും അങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.